നമസ്കാരം. 3000 രൂപ നിക്ഷേപിച്ച് എങ്ങനെ 10 കോടി രൂപ സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3000 രൂപ എന്ന് പറയുന്നത് നാം ഓരോരുത്തർക്കും ഡെയിലി 100 രൂപ വെച്ച് മാറ്റിവെച്ചാൽ ഒരു മാസം ഉണ്ടാകുന്ന തുകയാണ് 3000 രൂപ. ഈ ഒരു 3000 രൂപ ഒരു മാസം എല്ലാവരും സമ്പാദിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഇനി അങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് പാർട്ട് ടൈം ജോലികൾ, പാർട്ട് ടൈം ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് 3000 രൂപ ഉണ്ടാക്കുക. നിലവിലുള്ള ജോലിയെന്നോ ബിസിനസ്സിനോ ഒരിക്കലും ഈ 3000 രൂപ എടുക്കരുത്. അങ്ങനെ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവില്ലെന്ന് 100% വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മുടെ ചാനലിലുണ്ട്. ഇനി ആർക്കും അങ്ങനത്തെ ഒരു സോഴ്സ് കിട്ടിയില്ലെങ്കിൽ പോലും നേരിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിലേതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിക്ക് ആവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 10 കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ. അപ്പോൾ ആ കോഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ദിവസേന 1000 രൂപ വെച്ചിട്ട് ഒരു മാസം 3000 രൂപ ഉണ്ടായാൽ പോലും ഈ പറഞ്ഞ 10 കോടി രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും 3000 രൂപ മാറ്റി വെച്ച് എങ്ങനെ 10 കോടി രൂപ നടക്കുന്ന കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിലൂടെ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ടുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫണ്ടുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും ഫിഗറായി മാറുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്ററാണ്. ഇതിനകത്ത് 3000 രൂപ നമ്മൾ നിക്ഷേപിച്ചാൽ 10% ആനുവലി നമുക്ക് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 11,73,28,917 രൂപ. ആകെ നമ്മൾ അടക്കുന്ന തുക എന്ന് പറയുന്നത് 59,21,785 രൂപ. ഈ 11,73,28,917 രൂപ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് മാത്രമാണ്. ഇതും ഈ ക്യാപിറ്റലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള തുക 12,32,50,702 രൂപയായിട്ട് മാറും. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫണ്ട് നമുക്ക് ഈ പറഞ്ഞ 30 ഇയേഴ്സിനുള്ളിൽ നമുക്ക് റേസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ 30 ഏജിലുള്ള ആൾക്കാർ, 40യിലുള്ള ആൾക്കാർ, 20യിലുള്ള ആൾക്കാർ, 25യിലുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാലങ്ങളേ ഉള്ളൂ, 10-15 വർഷം ബാക്കിയുള്ളൂ, അത്ര വർഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറക്കാൻ പറ്റും. ഒരു 15 വർഷമായിട്ട് നിങ്ങൾക്ക് മാറ്റാം. 15 വർഷമായിട്ട് മാറ്റുമ്പോൾ 51 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എമൗണ്ട് മേളിൽ കൂട്ടുക. ഒരു മാസം അടക്കുന്ന എമൗണ്ട് ഒരു 6000 ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 കോടി രൂപയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ 3000 എന്നുള്ളത് നേരെ 6000 രൂപയാക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 15 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ 12,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 12,000 രൂപയുണ്ടെങ്കിൽ 2 കോടിയാവും. നിങ്ങൾക്ക് വർഷം നിങ്ങൾക്ക് ഇവിടുന്ന് കുറക്കുക. ഒരു 5 വർഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുകയാണ്. ഒരു 12 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 12,000 രൂപ വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ തുക നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടിയിടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെക്റ്റഡ് റിട്ടേൺ 20% കിട്ടണ്ടേ? അതിനുള്ള നല്ല ഫണ്ടുകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു 5 ഫണ്ടുകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫണ്ടുകളുണ്ട്, അതിൽ 5 എണ്ണം മാത്രം. നമ്പർ 1 ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് ലാസ്റ്റ് 1 ഇയറിൽ 64ഉം ഓൾ ഇയറിൽ 19.55% കൊടുക്കുന്നുണ്ട്. ഒരു 20% നിയറസ്റ്റ് ആയിട്ട് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്താണ് ക്വാണ്ടിൻ്റെ തന്നെ ELS ടാക്സ് സേവിംഗ് ഫണ്ട്. ഇത് ലാസ്റ്റ് 1 ഇയറിൽ 57%, ഓൾ ഇയറിൽ ഇത് 22.97% കൊടുക്കുന്നുണ്ട്. അടുത്താണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. ഇത് 1 ഇയറിൽ 52ഉം ഓൾ ഇയറിൽ 26% കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ക്വാണ്ടിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഇത് 1 ഇയറിൽ 59%ഉം ഓൾ ഇയറിൽ 21% കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ക്വാണ്ടിൻ്റെ മിഡ് ക്യാപ് ഫണ്ട്. ഇത് 1 ഇയറിൽ 64%ഉം ഓൾ ഇയറിൽ ഇതുവരെയായിട്ട് 20% കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 20% റിട്ടേൺ ഇയർലി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 30 ഇയേഴ്സ് കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ പറഞ്ഞ 5 SIPയിൽ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ഒരു സജഷൻ എന്ന രീതിയിൽ ഈ 3000 എന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഒരു 5000 രൂപ നിക്ഷേപിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം 5 ഫണ്ടുകളുണ്ടല്ലോ. എല്ലാ ഫണ്ടുകളിലും ഒരു 1000 വെച്ചിട്ട് 5 ഫണ്ടുകളിലും 5000 രൂപയാക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു പാറ്റേണിലൂടെ പോയാൽ നിങ്ങൾക്ക് ഏകദേശം 20 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു 20 ഇയേഴ്സ് മതിയെങ്കിൽ ഒരു 20 ഇയേഴ്സ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോഴേക്ക് 2,58 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് ഒരു 15 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 15 വർഷം ആകുമ്പോൾ 86 ലക്ഷം രൂപയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എനി ടൈം സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യകത ഇല്ലെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ പറഞ്ഞ തുക ഒരുപാട് ഇരട്ടി ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതിൽ തർക്കമില്ല.
ഒരു 15-20 വർഷമൊക്കെ നോർമലി ഫോക്കസ് ചെയ്യണം. ഒരു 30-40 ഒക്കെ ഏജിലുള്ളവർക്ക് ഒരു 20 ഇയേഴ്സ് പ്ലാൻ ചെയ്തിട്ട് ഒരു 10-15 വർഷമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. ഒരു 30 ഇയേഴ്സ് പ്ലാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാം 30 ആകുമ്പോൾ നമ്മുടെ അങ്ങേ അറ്റത്താണ് നമുക്ക് കിട്ടുക. പക്ഷെ അതിന് മുന്നോടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ 1-2 ഫണ്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ തുക നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ജോലിക്കും ബിസിനസ്സിനും അപ്പുറത്ത് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ ആ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ഒറ്റ ദിവസം നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ഈ സംഭവങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഈ പറഞ്ഞ തുക ഒരു 3000-5000 മാസം ഒരു 15,000 രൂപ സുഖമായിട്ട് ഒരു 500 മുതൽ ഒരു 1000 രൂപ വരെ നമ്മളുടെ ഈ സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊരു ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തരുന്ന തുകയല്ല, ഒരു സ്കില്ല് നിങ്ങളെ പഠിപ്പിക്കുന്നു. ആ സ്കില്ല് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്റ്റാൻഡേർഡുള്ള ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് പോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.